ഈ കഴിഞ്ഞു പോയ ദിവസങ്ങൾക്കിടയിൽ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ കിട്ടിയ ദിവസം എന്ന് വെച്ചാൽ അത് ഇന്നായിരുന്നു. കുറേ നാളായിട്ട് അമ്മ ബക്കറ്റിൽ വെച്ചിരിക്കുന്ന ഒരു മഞ്ഞളിന്റെ തൈയുണ്ട്. ഇന്ന് ഞാൻ നോക്കിയപ്പോൾ അതിന്റെ കുറച്ച് ഇലകളൊക്കെ കരിഞ്ഞു നിൽക്കുന്നു. ചുവട്ടേന്നാണെങ്കിൽ ഒന്ന് രണ്ട് തൈയൊക്കെ കിളുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു എന്നാൽ മഞ്ഞൾ അതിനകത്ത് പിടിച്ചിട്ടുണ്ടായിരിക്കും, പറിച്ചു നോക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ മഞ്ഞൾ പറിക്കാനായിട്ടാണ് രാവിലെ തന്നെ നിന്നത്. ആദ്യം കുറച്ച് മണ്ണൊക്കെ മാറ്റി നോക്കി പറിക്കാൻ നോക്കിയിട്ട് ഒന്നും മഞ്ഞൾ വരുന്നില്ലായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ബക്കറ്റ് പിടിച്ചോ, ഞാൻ ഈ മഞ്ഞളുടെ തൈയിൽ പിടിച്ച് പൊക്കി എടുത്തോളാന്ന്. അത് കേട്ട് ഞാൻ ബക്കറ്റ് പിടിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് എന്നേക്കാളും മുന്നേ വേറൊരാൾ അമ്മ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഒരാൾ വലിയ കാര്യത്തിൽ ജോലി ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ അവരെ പിടിച്ചു മാറ്റുന്നത് മോശമല്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങ് മാറി നിന്ന് കൊടുത്തു. മഞ്ഞൾ പറിച്ച ബക്കറ്റിലെ മണ്ണ് മുഴുവൻ ഉഴുതു മറിച്ചിട്ട് എന്താ ഇത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അമ്മ ചെയ്യുന്ന എല്ലാ ജോലിയിലും പാച്ചുവിന്റെ ഒരു കൈ എന്തായാലും ഉണ്ടായിരിക്കും. ഇന്നിപ്പോൾ ചെയ്തു കൊടുക്കാൻ ഒരുപാട് വർക്കൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ മെഷീനൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വർക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നാളായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു ഈ ഒരു സ്റ്റോറേജ് ബോക്സ്. ഇത് തീരെ ചെറുതാണെന്നാണ് കൂടുതലും റിവ്യൂസിലൊക്കെ കണ്ടത്, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് ചെറുതൊന്നും അല്ല. നമ്മുടെ ഇതുപോലെയുള്ള ത്രെഡുകൾ, പിന്നെ കുഞ്ഞു കുഞ്ഞു മേക്കപ്പ് സാധനങ്ങൾ, ആക്സസറീസ് ഇതൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന സാധനമാണ്. നല്ലോണം വർക്കൊക്കെ ഉള്ള ദിവസങ്ങളിൽ ചില സമയത്ത് എനിക്ക് പവർ മെഷീൻ പണി തരാറുണ്ട്. കാരണം കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ആദ്യമേ വാങ്ങിയ മെഷീൻ തൂത്ത് തുടച്ച് ഇപ്പോഴത്തെ മെഷീൻ്റെ അടുത്തുകൊണ്ട് ഇട്ടു. അങ്ങനെ ഒതുക്കലും വൃത്തിയാക്കലും ഒക്കെ ആയിട്ട് ഈ ഒരു ദിവസത്തിന്റെ 3/4 ഭാഗവും അങ്ങനെ പോയി. നാളെ കൊടുക്കേണ്ട ഒരു ഡ്രസ്സിന്റെ വർക്ക് പിന്നെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അനീത്തി വന്ന് പറഞ്ഞത്, നാളെ എനിക്കൊരു അസൈൻമെന്റ് ഉണ്ട്, ഒരു ഷോർട്ട് ഫിലിം എടുക്കണം. ഈ കാണുന്ന 2 പേരാണ് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അങ്ങനെ ഷോർട്ട് ഫിലിം എടുക്കാൻ നിന്ന് ഈ ഒരു ദിവസം പോയി അടുത്തൊരു ദിവസം എത്തി.